ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ കീര കൊണ്ട് സൂപ്പറായ ഒരു തീയൽ വയ്ക്കാം. ഞാൻ ഒരു ദിവസം കീര കറിയാണ് കടഞ്ഞു വെച്ചത്. ഇത് നമുക്ക് തീയൽ വയ്ക്കാം. ഇത് എങ്ങനെ വയ്ക്കാൻ നോക്കാം. ഇത് കുളമ്പ് കീരയാണ്. ഈ കീരയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് ഞാൻ ഒരു 1/4 കിലോളം ഉള്ളി എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ചെറുതായി കട്ട് ചെയ്ത്, കീരയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ഉള്ളി വെന്ത് വന്നതിന് ശേഷം നമുക്ക് കീര ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് ഞാനിതിൽ അരയ്ക്കാൻ എടുത്തിട്ടുള്ളത് മുളക്, ഇത്തിരി കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉഴുന്ന് ഇതുപോലെ എടുത്ത് അതും വറുത്തെടുത്തിട്ടുണ്ട്. മല്ലിയും മുളകും ഇതെല്ലാം ചേർത്ത് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങ മണൽ പരുവത്തിന് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. മണൽ പരുവം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ പൊട്ടും. ഈ പരുവത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കെല്ലാം ചേർത്തൊന്ന് നല്ലവണ്ണം അരച്ചെടുക്കാം. നമുക്കിതിൽ ആവശ്യമുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി സ്റ്റേജിൽ വെന്ത് നമുക്കിനി കീര ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം വതങ്ങി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ വീതം പുളിയെടുത്ത് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. കീര നല്ലവണ്ണം ഒന്ന് വെന്ത് ഉള്ളിയും കീരയും വെന്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പേസ്റ്റ് പോലെ വേണ്ട. ഞാൻ നല്ലവണ്ണം അരച്ചെടുക്കാം. ഇതിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം കറി ഒന്ന് റെഡിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മണം ഈ കറി അരപ്പൊക്കെ ഇട്ടതിന് ശേഷം. അപ്പോൾ നമുക്കിനി ഇതിൽ ഇതുപോലെ കായപ്പൊടി ഒന്ന് ഇതിലിട്ട് കൊടുക്കാം. നല്ലവണ്ണം ഈ കീരത്തീയലൊന്ന് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കീരത്തീയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.